ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ റോഷിനിയാണ് ആൻഡ് വെൽക്കം ടു ടിങ്കിൾസ്. ഇതിലേക്ക് ആവശ്യമായ ഗരം മസാല നമുക്ക് ഫ്രഷ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാം. 6 ഏലയ്ക്ക, 6 ഗ്രാമ്പു, 2 കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ തക്കോലം, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്കയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മീഡിയം സൈസിൽ കട്ട് ചെയ്ത 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ പീസസിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതിയാവും. ഇനി ഗ്രേവി തയ്യാറാക്കാനായിട്ട് 12 പച്ചമുളക്, വെളുത്തുള്ളി അല്ലി 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് സമയമാകുമ്പോൾ നമുക്കൊന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ 5 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ 1 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിന ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് എടുത്താലും മതിയാവും. 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി ഒരു 5-6 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ ഒന്ന് കഴുകണം. എന്നിട്ട് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെള്ളം ഒന്ന് തോർന്ന് വരാനായിട്ട് ഇട്ട് വയ്ക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഗാർണിഷ് ചെയ്യാനുള്ള സവാള കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിൽ എടുത്താലും മതിയാവും. അപ്പോൾ പീസസൊക്കെ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്പൈസസാണ് എടുത്തിട്ടുള്ളത്. ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക, കുരുമുളക്, പിന്നെ ജാതിപത്രി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 പീസ് ബേ ലീഫ്, തക്കോലം ഒരെണ്ണം. സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുക്കേണ്ടത്. നമ്മൾ അരി അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം. അപ്പോൾ ഞാൻ 7 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമുക്കിതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് അരി നെയ്യിൽ കിടന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 7 ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. ഓക്കെ, പീസസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ലെഗ് പീസസൊക്കെ ഒന്ന് വലുതായത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും കുക്കായിട്ട് വരാനായിട്ട്. എന്നാലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 80% ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും.
നമ്മളെടുക്കുന്ന റൈസിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇതിപ്പോൾ മതിയാവും. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം സൺഫ്ലവർ ഓയിലായാലും മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 5 സവാളയാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള സോഫ്റ്റായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീഡിയം സൈസിലുള്ള 3 ടൊമാറ്റോ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ യോഗേർട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 3-4 പീസ് ഇതിലിടാതെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസസിലൊക്കെ ഈ ഒരു ഗ്രേവി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പീസസൊക്കെ ഉടഞ്ഞു പോകാതെ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൽ നിന്നും ഏകദേശം പകുതി റൈസ് മാറ്റാം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകുതി റൈസ് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ റൈസ് മാറ്റി കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിൻ്റെ പുറത്തായിട്ട് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ കാഷ്യൂ നട്ട്സും കിസ്മിസും അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ മാറ്റി വെച്ച റൈസ് കൂടെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും ഇതുപോലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്രൈ ചെയ്ത സവാളയും കിസ്മിസും കാഷ്യൂ നട്ട്സും ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് കൂടെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇതുപോലൊന്ന് അവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മുകളിലൊരു വെയിറ്റ് കൂടെ വെക്കണേ. എന്നിട്ടൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ടോപ്പിലിരിക്കുന്ന പീസസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി പ്രിപ്പയർ ചെയ്ത് അതിലിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ ബിരിയാണി ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടമാവേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.